ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓണ സീസണൊക്കെ തുടങ്ങി. ഇപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ അച്ഛമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇഞ്ചിപ്പുളിയല്ലേ, അല്ലെങ്കിൽ പുളിയിഞ്ചിയാണല്ലോ ഓണത്തിന് ഉണ്ടാക്കുക. ഇപ്രാവശ്യം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് മുളകാപ്പുളിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ആണ് ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ ഓണം റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇഞ്ചിപ്പുളിയും പുളിയിഞ്ചിയൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയാണ്. അപ്പോൾ ഒരു വലിയ ബോൾ പുളി ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ കയ്യിൻ്റെ ഫിസ്റ്റിൽ കൊള്ളുന്ന അത്ര വലുപ്പമുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. അപ്പം അത് നന്നായിട്ട് മുങ്ങിക്കിടക്കണ വരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ആ പുളിയുടെ എക്സ്ട്രാക്റ്റ് മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കണം. അപ്പോൾ ആദ്യം എനിക്ക് വെല്ലം ചേർക്കണം, വെല്ലം അല്ലെങ്കിൽ ശർക്കര. അപ്പോൾ ഇത് ഈ സൈസിലുള്ള 2 എണ്ണം എടുത്തത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഈ വലിയ വെല്ലത്തിൻ്റെ സൈസിൽ 2 എണ്ണം എടുത്തോളൂ. ഇനി അത് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുക. അപ്പം നമ്മുടെ മുളകാപ്പുളിയുടെ ബേസ് ഇതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും ഈ വെല്ലമൊക്കെ ഒന്ന് ഉരുകി ഇതൊന്ന് കുറുകാൻ തുടങ്ങാൻ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ട് ഇനി ഇത് നന്നായി കുറുകണ വരെ അടുപ്പത്തിരുന്നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് കുറച്ച് ഒരു പൊടി ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാനിൽ ഞാൻ ചെറിയ തീയിൽ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാൻ പോവാണ്. അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം കുറച്ച് ഉലുവ ചേർത്തിട്ട് അതും ഒന്ന് ചോക്കെ വറുത്തെടുക്കാം. എന്നിട്ട് അതും ഒന്ന് മാറ്റി വയ്ക്കാം. തീ കുറച്ചിടാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ചോക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ അവസാനം എള്ള്. അപ്പോൾ ഞാനിവിടെ വെള്ള എള്ളാണ് ഉപയോഗിച്ചത്. കറുത്ത എള്ള് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതും ഒന്ന് നന്നായിട്ട് ചോക്കെ വറുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഈ 3 കടുകും ഉലുവയും എള്ളും കൂടി തണുപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചുവന്ന് വന്നിട്ട് ഇനി മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ച് വയ്ക്കാം. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എള്ളെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അത് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ മുളകൊന്ന് ചുവന്ന് കരിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടി വരണം. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് മുളക്. അപ്പോൾ ഈ ഉണ്ട മുളക് ഉണ്ടല്ലോ, ഇതിന് ബുള്ളറ്റ് ചില്ലി എന്നാണ് ഇവിടെ മാർക്കറ്റിലൊക്കെ പറയുന്നത്. അതിൽ കത്തി കൊണ്ടൊന്ന് ഒരു ഓട്ടയിട്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. സാധാരണ മുളക് ഉപയോഗിക്കാം, പക്ഷേ ഈ മുളകാണ് ബെസ്റ്റ് ഈ റെസിപ്പിക്ക്. അപ്പോൾ എന്തായാലും ഇത് കിട്ടുമെന്ന് നോക്കൂ. എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആണിത്. അപ്പോൾ കത്തി കൊണ്ടൊന്ന് കുത്തിയിട്ടിടാൻ മറക്കാതെ, ഇല്ലെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ മേലൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മുളക് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വാടി വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുളി ഇവിടെ ഇങ്ങനെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ വറുത്തെടുത്ത മുളകും കടുകും ഒക്കെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഈ കുറുക്കുന്ന സ്റ്റെപ്പ് മാത്രമാണ് ഇതിൽ ഭയങ്കര മെനക്കെടുള്ളത്.
അത് നമുക്ക് വേണമെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി പണികളൊക്കെ നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മുളകും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് വന്നു. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ഇപ്പോൾ വെള്ളത്തിൻ്റെ പാനി എടുത്തു വെച്ചത് ചേർക്കുകയാണ്. അല്ലെങ്കിൽ വെള്ളം പൊടിച്ചിട്ടാലും മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 വലിയ കഷ്ണം ശർക്കരയും ഒരു ചെറുതും കൂടി എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച പൊടി ചേർക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഇതൊന്ന് കുറുകട്ടെ. ഇപ്പോഴും കുറച്ചൊരു വെള്ളം പോലെയുണ്ട്. ഇനിയും കുറച്ചും കൂടി കുറുകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം കൂടി കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുളകാപ്പുളി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുമ്പോൾ നന്നായിട്ട് കട്ടിയാവുകയും ചെയ്യും. സൂപ്പർ ടേസ്റ്റിയാണ്. ഇതൊന്ന് നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ വായിൽ വെള്ളം വരും. ഇതെന്തായാലും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കും. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.